മറ്റു വാർത്തകൾ നോക്കാം. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുനായുള്ള രക്ഷാദൌത്യത്തിൽ അനിശ്ചിതത്വം. തെരച്ചിലിന് ഈശ്വർ മൽപയ്ക്ക് അനുമതിയില്ല. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്കിന് കുറവില്ലെന്ന് ജില്ലാ ഭരണകൂടം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈ രക്ഷാദൌത്യത്തിന് എന്തൊക്കെയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ 20 ദിവസമായി കാണാതായ അർജുനെയും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കാനായിരുന്നു മുങ്ങൽ വിദഗ്ധനായ മാൽപ്പയും സംഘവും വീണ്ടും ശിരൂരിലെത്തിയത്. പക്ഷേ പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വീണ്ടും പുഴയിലിറങ്ങി പരിശോധന നടത്താൻ സാധ്യമല്ലെന്നാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈശ്വർ മാൽപ്പയെയും സംഘത്തെയും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുഴയിൽ മുങ്ങി പരിശോധന നടത്താൻ ആകില്ലെന്ന് മാൽപ്പയും സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ വേലിയിറക്ക സമയത്ത് നീരൊഴുക്ക് കുറവാകുന്ന ഒരു സാഹചര്യം നിലവിൽ വരികയും ആ സമയത്ത് ലോറിക്കും അർജുനും വേണ്ടി തിരച്ചിൽ നടത്താമെന്ന് മാൽപ്പയും സംഘവും അറിയിച്ചത്. ഇതനുസരിച്ച് അർജുന്റെ കുടുംബവും ഈ ശിരൂരിലേക്ക് തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അർജുന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ശിരൂരിൽ എത്തി ഈ പ്രവർത്തനങ്ങൾ ശിരൂരിലെത്തിയത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇത്തരത്തിൽ ഈ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കാതിരുന്നത്. ഈ മാൽപ്പയും സംഘത്തെ അടക്കം ഈ പോലീസ് ഭീഷണിപ്പെടുത്തിയതായും വിവരമുണ്ട്. ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പേരിൽ കേസെടുക്കുമെന്നാണ് ഈ പോലീസ് അടക്കമുള്ള ഭരണാധികാരികൾ ഈ മാൽപ്പയും സംഘത്തെയും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ഈ അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശക്തമായ നിർദ്ദേശവും ആവശ്യവും ഈ തിരച്ചിൽ തുടരണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കർണാടക സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയില്ല. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 6 നോട്ട് വേഗതയിൽ ഒഴുകുന്ന പുഴയിലിറങ്ങി പരിശോധന നടത്തുക എന്ന് പറയുന്നത് നിലവിലെ സാങ്കേതിക യന്ത്രവിദ്യകൾ പ്രയോഗിച്ച് അസാധ്യമാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഈ കാലാവസ്ഥ അനുകൂലമാകുന്നവരെ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ മറ്റു ബദൽ സംവിധാനങ്ങൾ ആലോചിക്കുകയോ ചെയ്യണം. ഇതിനു വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകളും കൂടിയാലോചനകളും നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കാൻ നിന്നിരുന്ന ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിന്റെ പരിശോധന ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നീളുകയാണ്. ഇപ്പോൾ ഇവർക്ക് ഈ പുഴയിലിറങ്ങി പരിശോധന നടത്താനുള്ള അനുമതി ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിഷേധിച്ചിരിക്കുകയാണ്. അനുകൂല കാലാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനു വേണ്ട ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും തങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ കർണാടക അറിയിച്ചിട്ടുള്ളത്. ആതിര. ശരി ജോസഫ്, കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തിരച്ചിലിന് ഈശ്വർ മൽപയ്ക്ക് അനുമതിയില്ല. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്കിന് കുറവില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. കുടുംബം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു. കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കാണുന്ന പോലെ തന്നെ സി എം നമ്മളെടുത്ത് വന്നു, ആശ്വാസം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ല, ഈശ്വർ മാൽപ്പ സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേരിൽ FIR ഒക്കെ ഇടുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നാണ്